130ാമത് മാരാമൺ കൺവെൻഷൻ ഒരു മഹാപാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. പമ്പയുടെ തീരത്ത് ലോകത്തിലെ തന്നെ അത്ഭുതകരമായ ഇത്തരമൊരു ആത്മീയമായ ആഖ്യാനം നമ്മുടെ മുൻഗാമികൾ രൂപം നൽകി എന്നത് തന്നെ ഏറ്റവും അധികം ഒരു മഹാത്ഭുതമായി നാം കാണുകയാണ്. അതിൻ്റെ തുടർച്ചയുടെ ഭാഗമാകാൻ നമുക്കെല്ലാം സൗഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. നാം ജീവിക്കുന്ന കാലം ഒട്ടേറെ പ്രയാസങ്ങളുടെ കാലമാണ്. ലോകമാകെ മനുഷ്യർക്കിടയിലുള്ള മമത ഇല്ലാതാകുന്നു. പലതരത്തിലുള്ള ഭേദങ്ങൾ മനുഷ്യർക്കിടയിൽ അതിർവരമ്പുകൾ തീർക്കുന്നു. അവിടെയാണ് കൂടുതൽ ദൈവാന്വേഷണത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഭൗതികമായ ആസക്തികളും ഭൗതികമായ അഭിനിവേശങ്ങളുമാണ് യഥാർത്ഥ സന്തോഷം എന്ന് മനുഷ്യർ കരുതുന്ന ഒരു കാലത്ത് യഥാർത്ഥമായ ആനന്ദം എന്താണ്? ആ ആനന്ദം ദൈവത്തിലേക്ക് അലിയലാണ്, ദൈവമെന്ന വെളിച്ചത്തെ കണ്ടെത്തലാണ്, ഓരോ പ്രാർത്ഥനയുടെയും പൊരുളറിയലാണ്. അത്തരമൊരു വലിയ കവാടം തുറക്കലാണ് യഥാർത്ഥത്തിൽ മാരാമൺ കൺവെൻഷൻ. കഴിഞ്ഞ തവണ അഭിവന്ദ്യനായ തിരുവോഷ്യസ് തിരുമേനി പറഞ്ഞൊരു വാക്യമുണ്ട്: ആത്മീയമായ രൂപാന്തരം ഉണ്ടാകണം. നാം ആത്മീയമായ വഴിയുടെ സഞ്ചരിക്കുമ്പോൾ തന്നെ നിരന്തരം ഉണ്ടാകേണ്ട രൂപാന്തരം പ്രധാനമാണ്. ആ രൂപാന്തരം, അത്തരമൊരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷന് നമ്മളെ എല്ലാവരെയും പമ്പയുടെ ഈ തീരത്തെ ഈ വചനത്തിൻ്റെ വേദപുസ്തകത്തിൻ്റെ അതിൻ്റെ പലതരത്തിലുള്ള അന്വേഷണങ്ങളുടെ ഈ ഒത്തുചേരൽ വലിയൊരു പ്രകാശത്തിലേക്കാണ് നയിക്കുന്നത്. അതിനെല്ലാ ഭാവുകങ്ങളും ഏറ്റവും ആദരവോടുകൂടി നേരുകയാണ്.